ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ മാത്സിക്. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യണം, അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുകൊണ്ട് തന്നെ കമന്റ് ചെയ്യുകയും ചെയ്യണം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. നമുക്ക് അതായത് നമ്മുടെ CBSEക്ക് അടുത്തടുത്ത 2 ഇയർ അടുപ്പിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രൂവ് ദാറ്റ് 2 by cos square theta minus 1 by cos raised to 4 theta minus 2 by sin square theta plus 1 by sin raised to 4 theta is equal to cot raised to 4 theta minus tan raised to 4 theta. നമുക്ക് നോക്കിക്കേ ഒന്ന് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. അപ്പൊ നമുക്ക് ഇതിന്റെ RHS നോക്കിക്കേ. cot raised to 4 theta minus tan raised to 4 theta. നമുക്ക് ആദ്യം RHS എടുത്ത് ചെയ്യാം. RHS എടുത്ത് പ്രൂവ് ചെയ്യാം. RHS എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് cot raised to 4 theta minus tan raised to 4 theta അല്ലേ? ഇത് നമുക്ക് പ്രൂവ് ചെയ്യാൻ നോക്കാം. നമുക്ക് cot raised to 4 theta നമുക്ക് ഇങ്ങനെ എഴുതാവല്ലോ. cot square theta the whole square minus tan square theta the whole square. നമുക്ക് നോക്കിയേ, cot square theta the whole square എന്ന് പറഞ്ഞാൽ cot raised to 4 theta, tan square theta the whole square എന്ന് tan raised to 4 theta. ഒന്നും ചെയ്തിട്ടില്ല, നമ്മൾ അത് ഒന്നുകൂടെ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഈ cot square theta എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. cot square theta is equal to എന്താണ്? cosec square theta minus 1. ഇതൊരു ഐഡന്റിറ്റി പഠിച്ചിട്ടുള്ളതാണ്. അങ്ങനെ tan square theta is equal to എന്താണ്? c square theta minus 1. ഈ രണ്ട് ഐഡന്റിറ്റി ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊന്ന് പ്രൂവ് ചെയ്യാൻ നോക്കാം. അപ്പൊ cot square theta the whole square നമുക്ക് എങ്ങനെ എഴുതാം? cosec square theta minus 1 അല്ലെ? cosec square theta minus 1 പിന്നെ എന്താണ്? the whole square അല്ലെ? അത് വിട്ടു പോരുത്. whole square minus tan square theta the whole square. tan square theta നമുക്ക് എങ്ങനെ എഴുതാം? c square theta minus 1 the whole square അല്ലെ? whole square ഇടുന്നാലും വിട്ടുപോയത് കേട്ടോ. ഇത് നമുക്ക് ബ്രാക്കറ്റിലാണ്. ഇനി അടുത്ത cosec square theta minus 1 the whole square. നമുക്ക് ഒരു ഫോർമുലയും കൂടെ അപ്ലൈ ചെയ്യേണ്ടി വരും. ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ് a minus b the whole square. a minus b the whole square എന്താണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? a square plus b square minus 2ab. നോക്കിക്കേ, ഈ ഐഡന്റിറ്റിയും കൂടെ നമുക്ക് നോക്കാം. അപ്പം ഇതിൽ എയുടെ സ്ഥാനത്ത് എന്താണ്? cosec square theta minus 1 the whole square നമുക്ക് എങ്ങനെ എഴുതാം? cosec square theta അതായത് cosec square a square theta. അപ്പൊ a square എന്ന് പറയുന്ന cosec square theta the whole square എന്ന് പറയുമ്പോൾ എന്താ? cosec raised to 4 theta plus 1 square എന്ന് പറഞ്ഞാൽ 1ന്റെ സ്ക്വയർ. ഇതെന്താ? cosec raised to theta. ഒന്നുകൂടെ ഞാനത് സിംപ്ലിഫൈ ചെയ്തത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് കാണുമ്പോൾ ഒന്നും മനസ്സിലായില്ലെങ്കിലോ, അപ്പൊ നമുക്ക് ഇപ്പൊ ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും, പിന്നീട് അത് നോക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ മനസ്സിലായില്ലെന്നിരിക്കും. അതുകൊണ്ട് ഞാൻ ഒരു സ്റ്റെപ്പും കൂടെ എഴുതിയിട്ട് ചെയ്യാം കേട്ടോ. cosec square theta എന്നിട്ട് നമ്മൾ ഇതിനകത്ത് a ആയിട്ട് എടുക്കുന്നത് എന്താണ്? cosec square theta എടുക്കുന്നുണ്ട് അല്ലെ? cosec square theta, cosec theta അല്ല എടുക്കുന്നത്, cosec square theta. അപ്പൊ അത് നോക്കിക്കോണം, ശ്രദ്ധിച്ച് വേണം സിംപ്ലിഫൈ ചെയ്യാനായിട്ട്. cosec square theta the whole square plus 1ന്റെ സ്ക്വയർ 1 സ്ക്വയർ minus 2ab minus 2 into എയുടെ സ്ഥാനത്ത് എന്താണ്? cosec square theta 2ab എന്ന് പറയുന്നത് എന്താണ്? 1. ഇത്രയും ക്ലിയർ ആയല്ലോ. a സ്ക്വയർ പ്ലസ് b സ്ക്വയർ മൈനസ് 2ab. ഇനി അടുത്ത് എന്താണ്? മൈനസ് ഓഫ്, ഇനി ബ്രാക്കറ്റിനകത്ത് എന്താണ് എടുക്കുന്നത്? c സ്ക്വയർ തീറ്റ. ഇതുപോലെ തന്നെ a c സ്ക്വയർ തീറ്റ ആയിട്ട് എടുക്കണം. sec തീറ്റ അല്ല, c സ്ക്വയർ തീറ്റ. c സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? c സ്ക്വയർ തീറ്റ is equal to c സ്ക്വയർ തീറ്റ the whole square plus 1 square minus 2c square theta into 1.
ഇത്രയും ക്ലിയർ ആണല്ലോ. ഒന്നുമില്ല, എ മൈനസ് ബി നമ്മൾ ആ ഫോമിലേക്ക് ആക്കി എക്സ്പാൻഡ് ചെയ്തെടുക്കുന്നു. ഓക്കെ, അപ്പം അതിൽ നമുക്ക് ഒന്നെന്ന് പറഞ്ഞാൽ എയുടെ സ്ഥാനത്ത് കൊസി സ്ക്വയർ ആയിട്ട് വരുന്നു, കൊസിക്ക് അല്ല. അപ്പൊ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം, എങ്കിലും നമുക്ക് തെറ്റിക്കാൻ ചെയ്യാൻ പറ്റും. കൊസി സ്ക്വയർ തീറ്റ ദ ഹോൾ സ്ക്വയർ എന്തായിട്ടാണ് നമുക്ക് വരുന്നത്? കോസിക്സ് റേസ് ടു 4 തീറ്റ അല്ലെ. കോസി സ്ക്വയർ തീറ്റ ദ ഹോൾ സ്ക്വയർ കോസിക്സ് റേസ് ടു 4 തീറ്റ. 1ന്റെ സ്ക്വയർ എന്താണ്? 1 തന്നെ. ഇനി മൈനസോ, മൈനസ് 2 ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു കോസി സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 2 കോസി സ്ക്വയർ തീറ്റ മൈനസ് സി സ്ക്വയർ തീറ്റ ദ ഹോൾ സ്ക്വയർ. ബ്രാക്കറ്റിനകത്ത് തന്നെ ഒന്നുകൂടെ എഴുതാൻ നമുക്ക് തെറ്റാതിരിക്കാൻ. സീക്ക് റേസ് ടു എന്താണ്? 4 തീറ്റ. ക്ലിയർ ആണല്ലോ അല്ലേ? പ്ലസ് 1 മൈനസ് 2 സി സ്ക്വയർ തീറ്റ. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഒന്ന് ബ്രാക്കറ്റ് സിംപ്ലിഫൈ ചെയ്തെടുക്കാം. തെറ്റായിരിക്കാൻ വേണ്ടിയാണ്, ഇതൊക്കെ ഒറ്റ സ്റ്റെപ്പിന് എഴുതാവുന്നതേ ഉള്ളൂ കേട്ടോ. പ്ലസ് ഈ പ്ലസ് 1 മൈനസ് 2 കൊസി സ്ക്വയർ തീറ്റ മൈനസ്, ഇത് ബ്രാക്കറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്രാക്കറ്റിന് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും കേട്ടോ. മൈനസ് ഇങ്ങോട്ട് ഒരു മൈനസ് സീക്ക് റേസ് ടു 4 മൈനസ് ഇൻറ്റു പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് 1. ഇനി മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, പ്ലസ് 2 സി സ്ക്വയർ തീറ്റ. ബ്രാക്കറ്റ് നമ്മൾ റിമൂവ് ചെയ്തെടുത്തു, മൈനസ് ഇവിടെ വരും. ഈ മൈനസ് ഇൻറ്റു പ്ലസ് എന്ന് പറഞ്ഞാൽ പ്ലസ് ഇൻറ്റു മൈനസ് എന്താണ്? പ്ലസ് ഇൻറ്റു മൈനസ് ഇസ് ഈക്വൽ ടു മൈനസ്. മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ ടു പ്ലസ്. പ്ലസ് ഇൻറ്റു പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ ടു പ്ലസ് തന്നെ. എന്ന് പറഞ്ഞ പോലെ മൈനസ് സീക്ക് റേസ് ടു 4 മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ്, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. ഇനി നമുക്ക് നോക്കാം, അതായത് ഇതിനകത്ത് വരുന്ന ഈ പ്ലസ് 1 ഈ മൈനസ് 1 ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ. പിന്നെ നമുക്ക് വരുന്ന എന്താണ്? 2 കോസിക് റേസ് ടു 4 തീറ്റ മൈനസ് 2 കോസി സ്ക്വയർ തീറ്റ മൈനസ് എന്താണ്? സീക്ക് റേസ് ടു 4 തീറ്റ പ്ലസ് 2 സി സ്ക്വയർ തീറ്റ. ഇങ്ങനെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് അതൊന്നും കൂടി സിംപ്ലിഫൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് കോസിക് റേസ് ടു 4 തീറ്റ ഇവിടെ നോക്കിക്കേ. നമുക്ക് കോസിക് റേസ് ടു 4നെ നമുക്ക് എങ്ങനെ എഴുതാം? അതായത് നമുക്കറിയാം സൈനിന്റെ റെസിപ്രോക്കൽ ആണ് എന്തെന്ന് പറഞ്ഞാൽ കൊസീക് എന്നത് 1 അതായത് കൊസീക് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1 സൈൻ തീറ്റ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ എഴുതാം? കോസിക് റേസ് ടു 4നെ നമുക്ക് എങ്ങനെ എഴുതാം? 1 സൈൻ റേസ് ടു 4 തീറ്റ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് സീക്കിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സീക്ക് തീറ്റ ഇസ് ഈക്വൽ ടു എന്താണ്? 1 കോസ് എന്ന് എഴുതാം അല്ലെ, കോസ് തീറ്റ എന്ന് എഴുതാം. അപ്പൊ സീക്ക് റേസ് ടു 4 ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അപ്പം 1 കോസ് റേസ് ടു 4 തീറ്റ. ഇത്രയും നമ്മൾ ഓർത്തിരുന്നതാണ്. ഇനി നമുക്ക് കോസിക് റേസ് ടു 4നെ നമുക്കൊന്ന് എഴുതി നോക്കാം. കോസിക് റേസ് ടു 4 എന്ന് പറഞ്ഞാൽ എന്താ? 1 സൈൻ റേസ് ടു 4 തീറ്റ മൈനസ് 2 ഇൻറ്റു 2 കോസിക് സ്ക്വയർ തീറ്റ നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 1 സൈൻ സ്ക്വയർ തീറ്റ അല്ലെ, മൈനസ് സീക്ക് റേസ് ടു 4നെ നമുക്ക് എങ്ങനെ എഴുതാം? 1 കോസ് റേസ് ടു 4 തീറ്റ പ്ലസ് 2 സി സ്ക്വയർ തീറ്റയെ 2 ഇൻറ്റു 1 കോസ് സ്ക്വയർ തീറ്റ. ഓക്കെ ആണല്ലോ അല്ലെ. ഇനി നമുക്ക് നോക്കാം 1 സൈൻ റേസ് ടു 4 തീറ്റ, 1 സൈൻ റേസ് ടു 4 തീറ്റ അതുപോലെ തന്നെ എഴുതുന്നു, മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ മൈനസ് 1 കോസ് റേസ് ടു 4 തീറ്റ പ്ലസ് 2 കോസ് സ്ക്വയർ തീറ്റ. നമുക്ക് നോക്കാം ഇങ്ങനെ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന്. 2 കോസ് സ്ക്വയർ തീറ്റ ഓക്കെ, 1 കോസ് റേസ് ടു മൈനസ് 1 കോസ് റേസ് ടു 4 തീറ്റ ഓക്കെ, മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ ഓക്കെ, പ്ലസ് 1 സൈൻ റേസ് ടു 4 തീറ്റ. അപ്പം എന്താണ് നമുക്ക് കോട്ട് റേസ് ടു 4 തീറ്റ മൈനസ് ടാൻ റേസ് ടു 4 തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് കിട്ടുന്നത്? LHS കിട്ടിയിരിക്കുന്നത് എന്താണ്?
1/sin⁻⁴ θ minus 2/sin² θ minus 1/cos⁴ θ by 2/cos² θ എന്ന് എഴുതാം. അപ്പൊ LHS is equal to എന്താണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? RHS എന്ന് കിട്ടിയിട്ടുണ്ട്. hence proved. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്ത എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ചില ഐഡന്റിറ്റീസുകൾ മാത്രം നമ്മളൊന്ന് പഠിച്ചിരുന്നാൽ മാത്രം മതി. നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ cos⁴ θ. അതൊക്കെ ഒന്ന് സ്വിച്ച് ചെയ്യുമ്പോൾ ഒന്ന് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഈ ക്വസ്റ്റ്യൻ ചെയ്തത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടണം. അതുകൊണ്ടൊക്കെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുകൊണ്ടൊക്കെ എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി.